ആനാ ഇവിടുന്ന് നേരെ കയറുന്നത് മയിലാടുംപാറ നമ്മുടെ ഈ മലമേഖലയാണ്. ഇവിടുന്ന് കരിമ്പാറ ചാത്തമംഗലം റൂട്ടിലേക്ക് രക്ഷപ്പെടാനുള്ള മാർഗം ആൾക്ക് സൗകര്യമാണ്. പക്ഷേ അതിനെക്കാട്ടിലും ആളുടെ പെങ്ങൾ നെല്ലിക്കാടെന്ന് പറഞ്ഞ സ്ഥലം തൊട്ടടുത്ത് തന്നെ ഒരു 1/2 കിലോമീറ്ററിനുള്ളിൽ ആളുടെ പെങ്ങൾ ഇരിക്കുന്നുണ്ട്. അങ്ങോട്ടും ഒരു പക്ഷേ പോയതാവാമെന്നും നമുക്ക് പറയാതിരിക്കാൻ വയ്യ. എന്താ മോനെ എന്താ പറയും? ഈ വഴി ഇറങ്ങിക്കഴിഞ്ഞാൽ നെല്ലിക്കാട് പോകാൻ എളുപ്പമാണ്. നമ്മൾ വന്ന റോഡില്ലേ അതുവഴി കുറച്ചിറങ്ങിയാൽ പാടം വഴി നമുക്ക് നെല്ലിക്കാട് പോകാൻ എളുപ്പമാണ്. ഒരു പക്ഷേ ഇയാൾ ഈ വീട്ടിലേക്ക്, അതാണോ ഈ തറവാട് വീടെന്ന് പറയുന്നത്, നെല്ലിക്കാടാണോ? ആണ് തോന്നുന്നു. അതായത് ആ വീട്ടിലേക്ക് പോകാൻ വേണ്ടി വരുന്നതിനിടയിലായിരിക്കാം ഒരു പക്ഷെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ആയിരിക്കാം. അബദ്ധവശാൽ ഇത് 2 മശാനമാണ്. 2 മശാനത്തിൻ്റെ ഇവിടെ ആരും വേഗം ഒരു കുട്ടികളായാലും പെണ്ണുങ്ങളായാലും ഇനി നമ്മൾ തന്നെ ആയാലും ഇത്തിരി ധൈര്യമുള്ള ഒരാൾ ഈ മശാനത്തിൻ്റെ ഉള്ളിൽ ഇവിടെ നിൽക്കുകയുള്ളൂ. അപ്പോൾ ആൾക്കത് സേഫ്റ്റി ആയിട്ട് തോന്നിയിരിക്കുക. ആൾ 2 ദിവസത്തിന് മുമ്പ് എണീച്ച ഒരു പക്ഷേ ഇന്നലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നോ എന്നും സംശയം പറയാം. അതായത് വിജയകുമാർ, അതായത് ഈ ഇവിടെ നിന്ന് അതായത് കൃത്യം നടത്തിയതിനു ശേഷം ഒരു പ്രതി ഒരു പക്ഷേ ഇങ്ങോട്ടേക്കാണോ ഓടി കയറിയത് എന്നുള്ള ഒരു സംശയം ഇവർ പ്രകടിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇയാളുടെ ബന്ധുവീട്ടിലേക്ക് പോകണമെങ്കിൽ പോലും ഇവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്റർ ദൂരം മാത്രം പോയാൽ മതി എന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാർ, ഈ ഭൂപ്രകൃതി അറിയുന്ന നാട്ടുകാർ പറയുന്നത്. ഈ കൊന്നക്കാട്ടിലാണ് നമ്മൾ പുറത്തുവിടുന്ന ഈ ദൃശ്യത്തിലാണ്, ഈ ദൃശ്യം കാണുന്ന ഈ കൊന്നക്കാട്ടിലാണ് ഈ ചെന്താമര ഒളിച്ചത് എന്നുള്ളത് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ട്. അത് ഈ ദൃശ്യങ്ങൾ സാക്ഷ്യമാണ്. ദൃശ്യങ്ങൾ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളിത് പറയുന്നത്. കാരണം ഇവിടെ എന്തോ ഒരു അസ്വാഭാവികമായത് സംഭവിച്ചിരിക്കുന്നു. കാരണം ഈ കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്ന ഇടം ഞാൻ നേരത്തെ വിജയകുമാർ കാണിച്ചു തന്നതാണ്. ആ ഇടത്ത് ആ കുട്ടികൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഒരു പോലീസുകാരൻ ഈ പ്രതിയെ, ചെന്താമരയെ ഓടിച്ചുകൊണ്ട് ഈ കുന്നിന് മുകളിലേക്ക് കയറി വരുന്നത്. അപ്പോൾ ഇവരെ കവർ ചെയ്യൂ എന്ന് പറയുന്നു. അങ്ങനെ ഇവിടെ നിന്ന് എനിക്ക് പിന്നിൽ കാണുന്ന ആ ഭാഗത്ത് കുട്ടികൾ ഇരിക്കുകയായിരുന്നു. അവർ ഓടി വരുന്നുണ്ട്. അവരുടെ കയ്യിലുണ്ടായിരുന്നത് മൊബൈലിന്റെ ഫ്ലാഷ് ലൈറ്റ് മാത്രമാണ്. കൂടുതൽ പേരെ വിളിച്ച് കൊണ്ടുവരുന്നതിനിടയിൽ തന്നെ ഈ കാട്ടിൽ പതുങ്ങുന്നു. അത് മിനിറ്റുകളുടെ ഇടവേള മാത്രമേ ഉള്ളൂ. കേവലം മിനിറ്റുകൾ മാത്രമുള്ള നടന്ന സംഭവമാണ്. ഇതിൽ പതുങ്ങുന്നു. അതിനുള്ളിൽ തന്നെ കൂടുതൽ ആളുകൾ എത്തുന്നു. പക്ഷേ ആ സമയത്തിനുള്ളിൽ തന്നെ പ്രതി രക്ഷപ്പെട്ടു. ഇപ്പോഴും ഈ കുട്ടികൾ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയ സമയത്ത് അവർ ഇവിടെ കളിക്കാൻ കൊണ്ടുവന്ന ബോൾ, അത് നമ്മൾ ഏത് പാടത്തായാലും എവിടെയായാലും ഇത്രയും വലിയ ബോളൊക്കെ സ്വാഭാവികമായി ഗ്രൗണ്ടിൽ വെച്ചിട്ട് പോകില്ല. അത് അസ്വാഭാവികതയാണ് ഇവിടെ സംഭവിച്ചത്. സൂരജ്, എന്തായാലും ആ നാട്ടുകാർ പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ പ്രതിയുടെ ചെന്താമരയുടെ ഇളയ സഹോദരി ഈ വഴിയൂടെ പോയാൽ അവരുടെ വീട്ടിലേക്ക് എത്താം. ഏതാണ്ട് വളരെ അടുത്ത് തന്നെയാണ്, ഏതാനും കിലോമീറ്റർ അകലെയാണ്. മയിലാടുപാറ എന്നാണ് പേര് പറഞ്ഞതെന്നാണ് അതാണ് എൻ്റെ ഓർമ്മ. പ്രദേശവാസി അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അവിടേക്ക് പോയിട്ടുണ്ടാകാനുള്ള സാധ്യത കൂടിയുണ്ട് എന്ന് പറയുന്നു. അതുകൊണ്ട് ഒരു പക്ഷേ പോലീസ് ഇനി സഹോദരിയുടെ വീട്ടിലേക്കൊക്കെ ഇതിനോടകം എത്തിയിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ആ പ്രതി തൽക്കാലം പോലീസിനെ വെട്ടിച്ച് ആ സ്ഥലത്ത് നിന്ന് കടന്നു. അയാളെ കണ്ടുപിടിക്കാനുള്ള ശ്രമം തൽക്കാലത്തേക്ക് ഉപേക്ഷിച്ചിരിക്കുകയാണ്. രാത്രി വൈകി കാട്ടിലൊക്കെ തെരച്ചിൽ നടത്തുക എന്ന് പറയുന്നത് ദുഷ്കരമാണ്. അതുകൊണ്ട് കാത്തിരിക്കാനാണ് പോലീസിൻ്റെ തീരുമാനം. അയാൾ പോകാൻ സാധ്യതയുള്ള മറ്റു സ്ഥലങ്ങളിലേക്ക് കൂടി പോലീസ് തെരച്ചിൽ നടത്തുന്നുണ്ട് എന്ന വിവരം കൂടി വരുന്നുണ്ട്.